പത്തനംതിട്ട പൂങ്കാവിൽ കർഷകനോട് ക്രൂരത. വ്യക്തിവിരോധത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചങ്ക് പൊടിയുന്നതാണ് കാഴ്ച. കവുങ്ങും ഏത്തവാഴകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. KM കോശിക്ക് ഇവിടെ 30 സെന്റ് പുരയിടമാണുള്ളത്. ഇതിൽ പരിപാലിച്ചു വന്ന 22 കവുങ്ങാണ് വെട്ടി നശിപ്പിച്ചത്. രാവിലെ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കോശി വിവരമറിഞ്ഞത്. മൊത്തം 22 മൂട് പൂർണ്ണമായിട്ടും നശിച്ചുവിട്ടുണ്ട്, വെട്ടി കളഞ്ഞിട്ടുണ്ട്. കൊലയെല്ലാം വന്ന കവുങ്ങുകളാണ് ഇതൊക്കെ. ഇപ്പം കൊല പൂക്കേണ്ടതായി 8 വർഷമായിട്ട് 65 രൂപ കൊടുത്ത് കോന്നിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച് നട്ടതാണ്. 2-3 പ്രാവശ്യം മാറി മാറി വെച്ചതാണ്. പന്നിയുടെ ഭയങ്കര ശല്യം ഇത്. പന്നി വന്ന് ഒരേ ആരിയിട്ട് ഇതെല്ലാം ഒടിച്ചു കളയും. പല ജീവിതത്തിൽ എന്തായാലും ഇത് മക്കളുള്ളവരാരും ചെയ്യത്തില്ല. അത് ഓർത്താ. സമീപത്തെ കർഷകൻ പുറത്തോട്ട് വീട്ടിൽ സുനോജിന്റെ 150ഓളം നേന്ത്രവാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. നട്ട് 5 മാസം പിന്നിട്ടപ്പോഴാണ് സാമൂഹ്യവിരുദ്ധർ കടും കൈ കാണിച്ചത്. ഓണവിപണി കണക്കാക്കി നട്ട നേന്ത്രവാഴകളായിരുന്നു ഇത്. ഒന്നിലധികം ആളുകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയാണ് കൃഷിനാശമെന്നാണ് കരുതുന്നത്. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ പൂർണ്ണസമയ കർഷകനായി മാറിയ ആളാണ് സുനോജ്. ഏകദേശം ഒരു 175ഓളം വാഴ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 മാസമായി. 5 മാസത്തേക്ക് കുറയ്ക്കുന്ന വാഴയായിരുന്നു. നഷ്ടം ഒരു തൈക്ക് ഏകദേശം ഇവിടെ 35 രൂപ 40 രൂപ ആയിട്ടുണ്ട്. വരുത്തിച്ചതാണ് വയനാട്ടിൽ നിന്ന്. ഇവിടുന്ന് വരുത്തിച്ച് ഇവിടെ നട്ട് താഴെ കുളത്തിൽ നിന്ന് മോട്ടറിൽ വെള്ളം അടിച്ച് ഉണക്കത്ത് പരിപാലിച്ചുകൊണ്ട് വന്നത്. 2 മാസം കൂടെ ആകുമ്പോൾ കൊല വരേണ്ടതായിരുന്നു. ശത്രുക്കൾ ഉണ്ടോ എന്നതും സമീപകാലത്ത് തർക്കങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതായി പോലീസ് വിശദീകരിച്ചു. പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.